റഹ്മാൻ റഹീം. നോക്കാം, നമ്മൾ തീരാൻ പോവാണ് ഈ കിതാബ്. ആദ്യം നമുക്ക് ഉദാഹരണം പറയാം. ഇവിടെ നോക്ക് നിങ്ങള്, ജാഅനി റജുലുൻ കരീമുൻ. ജാഅ വന്നു, നീ എൻ്റെ അടുക്കൽ വന്നു. റജുലുൻ ഒരു മനുഷ്യൻ വന്നു. കരീമുൻ കരീമായ ഒരു മനുഷ്യൻ വന്നു. ഇവിടെ നോക്ക്, ജാഅ നമ്മൾ പഠിച്ചു ഫീല് മാദിയാണ്. നീ എന്നത് മഫ്ഊലാണ്. എൻ്റെ അടുക്കൽ വന്നു. ആര് വന്നു? റജുലുൻ ഒരു മനുഷ്യൻ വന്നു, ഒരു പുരുഷൻ വന്നു. കരീമുൻ കരീമായ ഒരു പുരുഷൻ വന്നു. അടുത്ത ഉദാഹരണം നോക്കി. വറഅയ്തു ഞാൻ കണ്ടു. ശ്രദ്ധിക്കണേ, വറഅയ്തു ഞാൻ കണ്ടു. റജുലൻ കരീമൻ മാന്യനായ ഒരു പുരുഷനെ ഞാൻ കണ്ടു. മറർത്തു ഞാൻ നടന്നുപോയി. ബി റജുലിൻ കരീമിൻ കരീമായ ഒരു മനുഷ്യന്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. ഇതിന് മൂന്നിലും നിങ്ങൾക്ക് റജുലുൻ എന്ന പദവും കരീമുൻ എന്ന പദവും കാണാം. ഒരു സ്ഥലത്ത് റജുലുൻ എന്നാണ്, മറ്റൊരു സ്ഥലത്ത് റജുലൻ എന്നാണ്, മറ്റൊരു സ്ഥലത്ത് റജുലിൻ എന്നാണ്. അത് മൂന്നും വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളാണ്. ഒന്നിൽ റജുലു എന്നുള്ളത് ഫായിലാണ്, രണ്ടാമത്തേയിൽ റജുലു എന്നുള്ളത് മഫ്ഊലാണ്, മൂന്നാമത്തേയിൽ ഒരു ജറിന്റെ അക്ഷരം മുമ്പ് വന്നതുകൊണ്ട് ബി റജുലിൻ എന്ന് വായിച്ചു. എന്നാൽ അതിന്റെ അതേ മാറ്റങ്ങള് ശേഷമുള്ള കരീമിനും വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കരീം എന്നുള്ളിടത്ത് ആദ്യം റജുലുൻ ആയപ്പോൾ അവിടെ കരീമുൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്ഥലത്ത് റജുലൻ എന്നായപ്പോൾ കരീമൻ എന്ന് വായിച്ചു. മൂന്നാമത്തെ സ്ഥലത്ത് റജുലിൻ എന്നായപ്പോൾ കരീമിൻ എന്ന് വായിച്ചു. അപ്പൊ ഇവിടെ ഈ കരീം എന്നത് സിഫത്താണ്, ഒരു വിശേഷണമാണ്, അല്ലെ? റജുലു എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ, മാന്യനായ ഒരു പുരുഷൻ. അപ്പൊ മാന്യത ഉള്ളവനായ ഒരു പുരുഷൻ എന്നർത്ഥം കിട്ടുന്ന ഒരു പദമാണ് കരീം എന്നുള്ളത്. ഇങ്ങനെ സിഫത്ത് ആയി വരുന്ന പദങ്ങൾ, സിഫത്തായി വരുന്ന പദങ്ങൾ അതിന് മുമ്പുള്ള പദത്തിന്റെ ഇറാബ് തന്നെയായിരിക്കും ഉണ്ടാവുക. അതിന്റെ മുമ്പുള്ള പദത്തിന്റെ ഇറാബ് അത് റജുലുൻ കരീമുൻ, റജുലൻ കരീമൻ, റജുലിൻ കരീമിൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കരീം എന്നുള്ളത് ഇവിടെ സിഫത്താണ്, ഒരു വിശേഷണമാണ്. ആ സിഫത്ത് അതിന്റെ മുമ്പുള്ള ഇവിടെ റജുലു എന്നുള്ള പദമാണ്. ആ റജുലിനിക്ക് റഫ് ആയപ്പോൾ റഫ് കൊടുത്തു, നസ്ബായപ്പോൾ നസ്ബ് കൊടുത്തു, ജറായപ്പോൾ ജറ് കൊടുത്തു. ഇത് നമ്മൾ ഖുർആനിലൊക്കെ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ കാണാം. ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ-റഹ്മാനി റഹ്മാനായ അള്ളാഹുവിൻ്റെ. ഉണ്ടോ? അള്ളാഹു എന്നുള്ളത് എനിക്കുള്ള വിശേഷണമാണ് റഹ്മാനി എന്നുള്ളത്. അപ്പോൾ ബിസ്മില്ലാഹി എന്നുള്ള അള്ളാഹി എന്നത് എനിക്ക് കസ്റാണല്ലോ ഉള്ളത്. ആ കസ്റായതുകൊണ്ട്, ജറായതുകൊണ്ട് റഹ്മാനി എന്നും കസ്റായി. അർ-റഹീമി അതും കസ്റാണ്, സിഫത്താണത്. സിഫത്തായപ്പോൾ കസ്റാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ കണ്ടോ, അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനിക്കാണ്. ആ അള്ളാഹുവിൻ്റെ സിഫത്താണ് ശേഷം പറയുന്നത്. റബ്ബി രക്ഷിതാവായ അള്ളാഹുവിനിക്കാണ്. അപ്പൊ റബ്ബി അവിടെയും കസ്ർ കൊടുത്തു പറഞ്ഞു. അർ-റഹ്മാനി റഹീം ഒക്കെ തന്നെ.
ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം എന്ന് നമ്മൾ വായിക്കും, പക്ഷെ അവിടെ ഹർക്കത്ത് നമ്മൾ ഫാത്തിഹയിൽ അൽ മുസ്തഖീമ എന്നായിരിക്കും. അപ്പൊ അസ്സിറാത്ത എന്നതിന്റെ സിഫത്താണ് അൽ മുസ്തഖീമ എന്നുള്ളത്. ഇനി നമ്മൾ ഏതൊരിടത്ത് പരിശോധിച്ചാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസി അൽ വസ്വാസി അൽ ഖന്നാസി. നിർത്തുമ്പോൾ ഖന്നാസ് എന്ന് പറയും, പക്ഷെ അവിടെ അൽ വസ്വാസിൽ ഖന്നാസി അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അവിടെ അല്ല, ഇവിടെ അൽ ഖന്നാസ്. അപ്പൊ ഇങ്ങനെ ഫീ സുദൂരിന്നാസി എന്നുള്ളടത്ത് സിഫത്തല്ല, അത് ഫീ എന്നുള്ളത് ജറിന്റെ അക്ഷരമാണ്, സുദൂരി എന്നുള്ളത് മജ്റൂറാണ്, അന്നാസി മുലാഫിലെയാണ്. ഇത് നമ്മൾ ഇപ്പൊ പറയുന്നത് സിഫത്തായിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നിന്നാണ്. അസ്റാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ വഴി, ശരിയായ വഴി. അപ്പൊ അവിടെ എന്തുണ്ടോ അതേ രൂപത്തിൽ പറഞ്ഞു. ഇങ്ങനെ സിഫത്ത് വരുന്ന സമയത്ത് സിഫത്ത് മൗസൂഫിനോട് തുടരുന്ന നമ്മൾ പറയാം. സിഫത്ത് മൗസൂഫിനോട് തുടരും. മൗസൂഫ് എന്ന് പറഞ്ഞാൽ സിഫത്ത് പറയപ്പെട്ടത്. മൗസൂഫ് എന്ന് പറഞ്ഞാല് സിഫത്ത് പറയപ്പെട്ടത്. ഇപ്പൊ ഇവിടെ മൗസൂഫ് റജുല് എന്നുള്ളതാണ്. അപ്പോൾ റജുലിന്റെ ഇറാബിനനുസരിച്ച് ഈ സിഫത്തിനും ഇറാബിൽ വ്യത്യാസം വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ എല്ലാവരും ക്ലിയർ അല്ലേ? അസീസ്ക പാറപ്പള്ളി, അസീസ്ക നമ്മുടെ റഷീദ്ക ക്ലിയർ അല്ലേ? സിമ്പിളാണ്. നമ്മൾ പലപ്പോഴും കാണുന്ന ഇങ്ങനെ വിശേഷണം പറയുന്ന ഏരിയ വരുമ്പോൾ മുമ്പുള്ള മൗസൂഫിന് എന്താണോ ഇറാബ് അതനുസരിച്ച് വരും. ഇനി അടുത്ത കാറ്റഗറി ഉദാഹരണം നോക്കൂ നിങ്ങൾ. ജാഅനി, ജാഅനി എൻ്റെ അടുക്കൽ വന്നു. സൈദുൻ, സൈദ് വന്നു. ജാഅ ഫിഅ്ലു മാളി, നീ എന്നുള്ളത് മഫ്ഊൽ. സൈദുൻ, സൈദ് വന്നു. സൈദ് വന്നു. നഫ്സുഹു, അവൻ തന്നെ. അപ്പൊ അവിടെ തഅ്കീദാക്കുന്നതിന് വേണ്ടി ഒരു മിനിറ്റ്. ഹലോ സാർ, ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സാറേ, ഞാൻ തരാം. അല്ല മാറ്റർ ഒരു പ്രസംഗം കേട്ടിട്ട്. അപ്പൊ അവിടെ സൈദുൻ നഫ്സുഹു ഉണ്ടോ? നഫ്സു ഹു എന്നുള്ളത് നോക്കണ്ട. ഹു എന്നുള്ളത് അത് സൈദായതുകൊണ്ട് ഹു എന്ന് പറഞ്ഞ. ഇനി ഒരു പെണ്ണാണെങ്കിൽ ഹ എന്നാണ് പറയാ. ഇനി രണ്ടാളാണെങ്കിൽ ഹുമാ എന്നാണ് പറയാ. കുറെ പേരാണെങ്കിൽ ഹും എന്ന് പറയും. അപ്പോ സജദൽ മലായിക്കത്തു കുല്ലുഹും, സജദൽ മലായിക്കത്തു മലക്കുകൾ സുജൂദ് ചെയ്തു. കുല്ലുഹും, മലക്കുകൾ ബഹുവചനായതുകൊണ്ട് കുല്ലുഹും എന്ന് പ്രയോഗിച്ചു. പക്ഷെ ഇവിടെ സൈദുൻ എന്ന് റഫ് ആണ്. അതേ ഇറാബ് തന്നെ നഫ്സു എന്നുള്ളതിന് വന്നു. ഹു എന്നുള്ളത് മുലാഫിലിയാണ്, നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ നഫ്സു, ഇതെന്തിനാ നമ്മളിങ്ങനെ പറയാ? സൈദ് വന്നു എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ചു പറയാണ് സൈദൊന്നും വന്നിട്ടില്ല, നീ വെറുതെ പറയാണ്. അപ്പൊ നിഷേധിക്കുന്ന സമയത്ത് നമുക്കത് ഒന്ന് തഅ്കീദാക്കി പറഞ്ഞു കൊടുക്കുന്നത്. സൈദ് തന്നെ വന്നു. അപ്പൊ അതിനിങ്ങനെ പ്രയോഗിക്കുക, ജാഅനി സൈദുൻ നഫ്സുഹു. അപ്പൊ ഇവിടെ സാറ് മൈക്ക്
അവിടെ റഅയ്തു ഞാൻ കണ്ടു, സൈദൻ സൈദിനെ കണ്ടു, നഫ്സഹു സൈദിനെ തന്നെ കണ്ടു. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ സൈദിനെ ഞാൻ കണ്ടു, നഫ്സ അവിടെ സൈദന്ന് നസ്ബായപ്പോ ഇവിടെ നഫ്സ എന്ന് വായിച്ചു. പിന്നെ വമറർത്തു ഞാൻ നടന്നുപോയി, ബിസൈദിൻ സൈദിന്റെ അരികിലൂടെ ഞാൻ നടന്നു, അവിടെ ജറ. അപ്പൊ നഫ്സിഹി നഫ്സിഹി അവിടെ എന്ത് ചെയ്തു, കസർ കൊടുത്തു, കസർ കൊണ്ട് ജെറു കൊടുത്തു, സൈദിൻ നഫ്സിഹി. അപ്പൊ ഇവിടെയൊക്കെ സൈദുൻ നഫ്സുഹു, സൈദൻ നഫ്സഹു, സൈദിൻ നഫ്സിഹി. ഇവിടെയും ഒന്നാമത് പറഞ്ഞതിന്റെ ഇറാബ് തന്നെയാണ് രണ്ടാമതിനും വന്നത്. ഒന്നാമത്തേന് റഫായപ്പോ രണ്ടാമത്തേനും റഫായി, ഒന്നാമത്തേന് ജറായപ്പോ രണ്ടാമത്തേനും ജറായി, ഒന്നാമത്തേന് നിസ്ബായപ്പോ രണ്ടാമത്തേനും നിസ്ബായി. അപ്പൊ ഇങ്ങനെ വരുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്ന് ഇപ്പൊ സിഫത്ത് നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ ശക്തിപ്പെടുത്തല് പല രൂപത്തിലുണ്ട്. ചിലപ്പോ നമ്മൾ ഇങ്ങനെ ശക്തിപ്പെടുത്തേണ്ടി വരും, ചിലപ്പോ പറഞ്ഞതിനെ തന്നെ ഒന്നുകൂടി പറയേണ്ടി വരും. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര അല്ലേ, നമ്മള് തഫ്സീറിൽ പഠിച്ചല്ലോ. അലം നശ്റഹ് ലക സദ്റക് അല്ലദീ അൻഖദ ളഹ്റക് വറഫഅന ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. അവിടെ ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നുള്ള അതേ പദം തന്നെ ആവർത്തിച്ചു. അത് അത്രയും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ എളുപ്പം ചെയ്യും. സുഹൈൽ സാർ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യും സുഹൈൽ സാറേ. അപ്പോ അവിടെ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ എന്നുള്ള സ്ഥലത്ത് ഒരു ഇടങ്ങേറുണ്ടാകുമ്പോൾ ഒരു സന്തോഷം അതിനോടൊപ്പം നിങ്ങൾക്കുണ്ടാകും എന്ന് ആ ആയത്തിൻ്റെ ആശയം എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അതേ പദം തന്നെ ആവർത്തിച്ചു, ഇന്ന മഅൽ ഉസ്രി യുസ്ര. അത് തൈക്കീതാണ്. അപ്പോൾ അത് ചിലത് അതേ രൂപത്തിൽ തന്നെ പറയേണ്ടി വരും, ചിലത് ഇങ്ങനെ പറഞ്ഞാലും മതി, സൈദുൻ നഫ്സുഹു. പിന്നെ നമ്മൾ ബഖറ സൂറത്ത് ഓതും, തഫ്സീർ ഓതുന്ന സമയത്ത് മുനാഫിക്കീങ്ങളെ കുറിച്ച് പറയും. ബക്കറിന്റെ തുടക്കത്തിൽ ആദ്യം മുഅ്മിനീങ്ങളെ കുറിച്ച് പറയും, പിന്നെ കാഫിറുകളെ കുറിച്ച് പറയും, പിന്നെ മുനാഫിക്കീങ്ങളെ കുറിച്ച് പറയും, കപട വിശ്വാസി. അപ്പൊ അവരോട് ഒരായത്തുണ്ട്, ഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് മുനാഫിക്കുകളോട് പറഞ്ഞാൽ അവർ പറയും, ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. അവിടെ ആ പ്രയോഗം നോക്കണേ, ഇന്നമാ തീർച്ചയായും, നഹ്നു ഞങ്ങൾ, മുസ്ലിഹൂൻ ഞങ്ങൾ നവോത്ഥാനം ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ കുഴപ്പമുണ്ടാക്കൂല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയാതെ അവരെന്ത് പറഞ്ഞു, ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നവരല്ല, ഞങ്ങൾ നവോത്ഥാനം ചെയ്യുന്ന, ഞങ്ങൾ നവോത്ഥാന പരിഷ്കർത്താക്കളായ ആളുകളാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇന്നനെ കുറിച്ച് പഠിച്ചല്ലോ, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഇങ്ങനെ ഒരു തൈക്കീത് അവിടെ വന്നു. അപ്പൊ അതിന് മറുപടി അല്ലാഹു തആല പറയുന്ന നോക്കണം നിങ്ങൾ, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന. അവിടെ നോക്ക്, ഒരു തൈക്കീതാക്കിയത് അതിനേക്കാളും ഡബിൾ സ്ട്രോങ് ആയിട്ട് അല്ലാഹു തആല തിരിച്ചങ്ങോട്ട് തൈക്കീതാക്കി. അലാ അറിയണം, അറിഞ്ഞോളണം, ഇന്നഹും തീർച്ചയായിട്ടും അവർ, ഹും അവർ തന്നെയാണ്,
അൽ മുഫ്സിദൂന, പിത്തനുണ്ടാക്കുന്ന, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പൊ ഇങ്ങോട്ട് തേക്കീതാക്കുന്നതിന്റെ തോതനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇനി അങ്ങനെ കുറെ ആയത്തുകളുണ്ട്. നിങ്ങൾ ഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ് ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹാഉ. നിങ്ങൾ മുനാഫിക്കീങ്ങളോട് പറഞ്ഞാൽ, എന്തു പറഞ്ഞാൽ, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കണം എന്നവരോട് പറഞ്ഞാൽ അവർ പറയും, തിരിച്ച് മറുപടി പറയണം. എന്താ പറയുക? അന്തല്ലാത്ത ആളുകൾ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? ഒരു ചോദ്യമാണ് ഇങ്ങോട്ട് ചോദിക്കുക. വിശ്വസിക്കൂല എന്നല്ല, അല്ലെങ്കിൽ വിശ്വസിക്കും, ഈ രണ്ടാമതൊരു മറുപടിയെ പറയേണ്ടത്. തിരിച്ചവർ ചോദ്യത്തിലാണ് മറുപടി പറയുന്നത്. അന്തംഗമ്മികളായ ആളുകൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയെ അതൊരിക്കലും ഞങ്ങൾ ചെയ്യൂല എന്നുള്ളതാണ്. അപ്പൊ തിരിച്ച് അള്ളാന്റെ മറുപടി, അല ഇന്നഹും ഹുമുസുഫഹാഉ. നിങ്ങൾ, അവര് തന്നെയാണ് വിഡ്ഢികൾ, അന്തം കമ്മികൾ, അന്തമില്ലാത്തവർ അവർ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ തൗക്കീദാക്കേണ്ട ഘട്ടങ്ങളിൽ പല രൂപത്തിലുള്ള തൗക്കീദുകളുണ്ട്. ഇവിടെ സെയ്ദ് തന്നെയാണ് വന്നത്, സെയ്ദിനെ തന്നെയാണ് കണ്ടത്, സെയ്ദിന്റെ അരികിലൂടെ തന്നെയാണ് ഞാൻ നടന്നു പോയത് എന്ന് പറയുമ്പോൾ ആ സെയ്ദൻ നഫ്സഹു, സെയ്ദുൻ നഫ്സുഹു, സെയ്ദിൻ നഫ്സിഹി എന്നിങ്ങനെ പറയും. അതിൽ ഒന്നാമത്തതിനോട് രണ്ടാമത്തത് പിൻപറ്റും. ഇങ്ങനെ ഒന്നാമത്തതിനോട്, ഒന്നാമത്തെ ഇസ്മിനോട് രണ്ടാമത്തത് പിൻപറ്റുന്നത് 5 എണ്ണുണ്ട്, 5 സ്ഥലത്തുണ്ട്. അതിന് അത്തവാബിഅ് എന്നാണ് പറയുക. എന്താ നമ്മൾ പറയാ? അത്തവാബിഅ്, താബിഅ് അല്ലെ? താബിഈങ്ങൾ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഹാബത്തിനെ പിൻപറ്റിയവർ എന്നാണ്. അപ്പൊ ഇവിടെ അത്താബിഅ്, തവാബിഅ് എന്ന് പറഞ്ഞാൽ പിൻപറ്റിയ താബിഅ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് തവാബിഅ്. അപ്പൊ ഇവിടെ അങ്ങനെ 5 സ്ഥലങ്ങൾ വരും. ആ 5 സ്ഥലങ്ങളും കുറിച്ചാണ് നമ്മൾ പറയുന്നതോടുകൂടെ ഈ കിതാബ് അവസാനിക്കുകയാണ്. അപ്പൊ അത് അംലാക്ക് പറഞ്ഞാലും മലക്കുകൾ തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി ഇതിന്റെ സ്ട്രോങ് കിട്ടുന്ന ഒരു ബഹുവചനം കൂടിയാണ് ഒരു താവ് കൊടുത്ത് പറയുമ്പോൾ. ഇപ്പോൾ ആലിമുൽ അല്ലാമത്ത്, ആലിമുൽ അല്ലാമ എന്നൊക്കെ നമ്മൾ ഉസ്താമാരെ കുറിച്ച് പറയും. ആ അല്ലാമത്ത് എന്നുള്ള താ ഉണ്ടല്ലോ, അത് ഒന്നുകൂടിയും ഒരു ബൃഹത്തായ ഒരു അർത്ഥം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മുബാലകത്തിന്റെ താ, മികപ്പിക്കണതിന്റെ താ. അതേപോലെ മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ മലക്കുകൾ. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോ, ആദരവ് പ്രകടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ മുഴുവൻ മലക്കുകളും എന്നുള്ള അർത്ഥം അതൊന്ന് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് അൽ മലായിക്കത്ത് എന്ന് ഉപയോഗിച്ചത്. മലക്കിന്റെ ബഹുവചനമായിട്ട് അംലാക്ക് എന്നും ഉപയോഗിക്കാറുണ്ട്. ഒരു പദത്തിന് 2, 3 എന്താണ് ബഹുവചനങ്ങളൊക്കെ വരും, സൈസ് ബഹുവചനങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ അംലാക്ക് എന്ന ബഹുവചനം നമ്മൾ മുമ്പ് ഒരു ദിവസം പറഞ്ഞിരുന്നു. അതിന് ഇപ്പോൾ ഒരു പേനക്ക് നമ്മൾ എന്താ പറയാ? കലമെന്ന് പറയാം. 2 പേനക്ക് കലമാനി എന്ന് പറയാം. 3 മുതൽ 10 വരെ പേനകൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അക്ലാം എന്ന് പറയാം. അഫ്ആല് വസനിക്ക പറയാം. അക്ലാം, അക്ലാം എന്ന വസനിക്ക പറയാം. അതുപോലെ അംലാക്ക് എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 വരെയുള്ള ബഹുവചനങ്ങളിൽ വരുന്ന ഒരു രൂപത്തിലാണ് കൂടുതലും വരിക. മാറിയിട്ടും വരും കേട്ടോ. ഇവിടെ മുഖറബുൽ അംലാക്ക്, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകൾ, ആ 10 മലക്കുകളിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത കുറുബത്തുള്ള മലക്കുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം ആ മീനിങ് അംലാക്ക് എന്ന് പറയുമ്പോൾ അത് 3/10 എന്ന ബഹുവചനത്തിനാണ് അത് ആ വസന് വരിക, അഫ്ആൽ എന്ന വസനക്ക് വരിക. ഇപ്പോ അങ്ങനെ എന്താവും വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഇവിടെ മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഏതു ബഹുവചനം, കസറത്തിന്റെ ബഹുവചനം,
ധാരാളം വരുന്ന ബഹുവചനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മലായിക്കത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് കുല്ലുഹും അവിടെ തൈക്കിയതാക്കിയപ്പോ എന്ത് ചെയ്തു? കുല്ലുഹും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അത് ഇങ്ങനെ വരുന്ന താബിഉകൾ 5 അതിലിപ്പോ 2 ഇപ്പൊ നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞത്. ഇനി അടുത്തതും കൂടി പറയാൻ ശ്രദ്ധിക്കണേ. ബദല് എന്നാണ് അതിന്റെ പേര് കേട്ടോ. ബദല്. ജാഅനി എന്റെ അടുക്കൽ വന്നു, സെയ്ദുൻ സെയ്ദ് വന്നു. അവിടെ അഹൂക്ക നിന്റെ സഹോദരൻ വന്നു. സെയ്ദ് എന്ന് അദ്ദേഹത്തിന്റെ പേരാണ്. സെയ്ദ് എന്ന് അദ്ദേഹത്തിന്റെ പേരാണ്. അപ്പൊ അവിടെ അഹൂക്ക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക്, നമ്മൾ സംസാരിക്കുന്ന ആളുണ്ടല്ലോ, നമ്മുടെ അഭിസംബോധന ചെയ്യുന്ന വ്യക്തി ഉണ്ട്, നമ്മുടെ മുമ്പിലുള്ള ഒരാൾ, നിന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അതിനെക്കുറിച്ച് ആശയം ക്ലിയർ ആവും. അപ്പൊ പകരം വരിക എന്നാണ് ഇതിന് പറയാം. ബദല് എന്ന് പറഞ്ഞാൽ പകരം. അപ്പൊ സെയ്ദ് വന്നു. അപ്പോൾ എനിക്ക് അത്ര ഒരു ഇത് തോന്നൂല. സെയ്ദ് വന്നു പറഞ്ഞാൽ സെയ്ദ് പല സെയ്ദുകളുണ്ടല്ലോ, 2-3 സെയ്ദിനെ തന്നെ ഒരു പരിചയമുണ്ട് എന്ന് വെക്കുക. അപ്പോൾ അവിടെ അഹൂക്ക നിന്റെ സഹോദരൻ, എന്തെന്ന്? നിന്റെ സഹോദരൻ. അപ്പൊ അവിടെ ക്ലിയർ ആയി, ഇവന്റെ മനസ്സിൽ ക്ലിയർ ആയി. ഇങ്ങനെ ബദലായിട്ട് വരുന്ന പദങ്ങൾക്കും താബിഇ എന്ന് പറയും. അതിനും ഇറാബ് അതിന്റെ മുമ്പുള്ളതിന്റെ ഇറാബായിരിക്കും. ഇവിടെ അഹ് എന്നുള്ളത്, അഹൂക്ക എന്നുള്ളത് വാവ് കൊണ്ടാണ് റഫ്. സെയ്ദ് എന്നുള്ളത് ലമ്മത്ത് കൊണ്ടാണ് റഫ്. അഹൂക്ക എന്നുള്ളതിൽ വാവ് കൊണ്ടാണ് റഫ്. എല്ലാ സ്ഥലത്തും ലമ്മത്ത് കൊണ്ട് മാത്രമല്ല റഫ് പല രൂപത്തിലും വരും. ഇവിടെ വാവ് കൊണ്ടാണ് റഫ്. ഇപ്പുറത്ത് നോക്ക് നിങ്ങൾ, റഅയ്തു സെയ്ദൻ അഹാക്ക. കണ്ടോ, അവിടെ അലിഫ് കൊണ്ടാ നസ്ബ്. സെയ്ദ് എന്നുള്ളതിൽ ഫത്ഹത്തുണ്ട് നസ്ബ്. അഹാക്ക നിന്റെ സഹോദരൻ, എന്തെന്ന്? നിന്റെ സഹോദരൻ സെയ്ദിനെ കണ്ടു, ഞാൻ കണ്ടു. വമറർതു ബി സെയ്ദിൻ അഖീക. ഇവിടെ നോക്ക് നിങ്ങൾ, സെയ്ദിൻ ജറ. ഇവിടെ സെയ്ദ് എന്നുള്ളത് കസ്റത്ത് കൊണ്ടാ ജറ്. അവിടെ അഖീക എന്നുള്ളത് യാ കൊണ്ട് ജറ്, യാ കൊണ്ട് ജറോ. അപ്പൊ അവിടെ ഇങ്ങനെയും വരും. അപ്പൊ ഇതിന് ബദല് എന്നാണ് പറയാം. ഇതില് അഹൂക്ക, അഹാക്ക, അഹീക്ക എന്ന രണ്ടാമത് വന്ന പദം ഒന്നാമത്തെ പദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് റഫും കിട്ടി, നസ്ബും കിട്ടി, ജറും കിട്ടി. ഇങ്ങനെയും വരുന്ന പദത്തിനും താബിഇ എന്നാണ് പറയാ. അപ്പൊ 1 തഅ്കീദ്, സിഫത്ത്, 2 തഅ്കീദ്, 3 ബദല്. ക്ലിയർ ആണോ? എവിടെ എല്ലാരും? മുമ്പത്തെ ക്ലാസ്സൊക്കെ കേൾക്കണം. കുറച്ച് മിസ്സായിട്ടുണ്ടാവും. ഷാഫി, സിസ്ക, ഓക്കെ അല്ലേ? യെസ്. ഇവിടെ നമ്മൾ പറഞ്ഞു, രണ്ടാമത് പറഞ്ഞ കാര്യമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെയ്ദും അയാളെ പേരാണ്, പക്ഷെ അഹൂക്ക എന്ന് പറയുമ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന വ്യക്തിക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് അവന് കൃത്യമായ മീനിങ് കിട്ടാൻ, ആശയം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച പദത്തിന് രണ്ടാമത് വരുന്ന പദമാണ് അഹൂക്ക എന്നുള്ള പദം. നമ്മൾ ഫാത്തിഹ തഫ്സീർ നിങ്ങൾ എല്ലാവരും ഓതിയിട്ടുണ്ടാവും. ഫാത്തിഹന്റെ തഫ്സീറിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നിട്ടൊരു സിറാത്തല്ലദീന, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് സിറാത്തല്ലദീന എന്ന് പറഞ്ഞുകൊടുത്ത് സിറാത്ത് എന്നുള്ളത് ബദലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിറാത്ത് എന്നുള്ളത് എന്താണ്? ബദലാണ്. അപ്പൊ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ അല്ലാഹ് എന്നാണ് എൻ്റെ അർത്ഥം.
നേരായ വഴിയിൽ ഞങ്ങൾ സ്ഥിരപ്പെടുത്തണം. അപ്പോൾ ആ നേരായ വഴി ഏതാ, അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബദലെന്നുള്ള നിലക്ക് ശേഷം പറഞ്ഞു, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴി അള്ളാഹുവിൻ്റെ ദേഷ്യം ഇറങ്ങിയവരുടെ വഴിയല്ല, വഴി പിഴച്ചവരുടെ വഴിയുമല്ല, നസാറാക്കളുടെ വഴിയുമല്ല, ജൂതന്മാരുടെ വഴിയുമല്ല എന്ന ആ സുറാത്തല്ലദീന എന്നുള്ള ബദൽ. അപ്പോൾ ഇഹ്ദിന സുറാത്ത, ആ സുറാത്തുനിന്ന് ബദലാണ് ഈ പറയപ്പെട്ട രണ്ടാമത്തെ സുറാത്ത്. അവിടെ നോക്കാം, സുറാത്ത എന്നുള്ള എനിക്ക് നെസ്ബായിരുന്നു. ഇവിടെയും സുറാത്ത എന്നുള്ളതിലേക്ക് എന്താണ്? നെസ്ബാണ്, പത്തകത്ത് കൊണ്ട് നെസ്ബാണ്. അപ്പൊ അള്ളാഹു അനുഗ്രഹം നൽകിയ ഒരുത്തരുടെ വഴി അള്ളാഹു ശപിച്ചവരുടെയോ അള്ളാഹു ദേഷ്യം വെച്ചവരുടെയോ വഴിയല്ല. അപ്പൊ ഒന്നും കൂടി നമുക്ക് ആശയം ക്ലിയർ ആയിട്ട് കിട്ടി. മക്സൂദായ നമ്മുടെ ആ ഒരു കലാമ് നമ്മൾ കൊണ്ടുവരുന്നത്, ഒരു സംസാരം നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് ആശയം കിട്ടാനാണല്ലോ. അപ്പൊ ആശയം കൂടുതൽ വ്യക്തമാവാൻ വേണ്ടി താബി ആയി വരുന്ന പദത്തെ നമ്മൾ എന്ത് ചെയ്തു? ഉദ്ദേശിച്ചു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്തത്. ശ്രദ്ധിക്കണേ, ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം പറഞ്ഞ പദമായിരിക്കും ഉദ്ദേശിക്കുന്നത്, രണ്ടാമത് പിന്നെ വേറൊരു ഇതിനു വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതേ രൂപത്തിലല്ല. ഇതേപോലെ തന്നെ ഈ ഉദാഹരണം തന്നെ രണ്ടും ഔട്ടോ. ഇപ്പൊ ജയ്ദുൻ അഹൂക്ക എന്നുള്ളത് തന്നെ ബദലുമാകും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം അഹൂക്ക എന്നുള്ളത് ഉദ്ദേശിക്കുമ്പോൾ മെയിൻ മുറാദ് അതാവും, മെയിൻ ഉദ്ദേശം അതാവും. ഇത് തന്നെ അത്തുഫു ബയാനുമാകും. അത്തുഫു ബയാൻ അതാണ് അടുത്തത്. അത്തുഫുൽ ബയാൻ, നാലാമത്തെ അത്തുഫുൽ ബയാൻ. അപ്പോൾ 1 സിഫത്ത്, 2 തൗക്കീദ്, 3 ബദല്, 4 അത്തുഫു ബയാൻ. അത്തുഫു ബയാൻ എന്ന് പറഞ്ഞാലും ബദൽ തന്നെയാണ്. പക്ഷേ അത്തുഫു ബയാനും ബദലും തമ്മിൽ വ്യത്യാസം, ബദലിൽ രണ്ടാമത് പറഞ്ഞ താബി ആയിരിക്കും ഉദ്ദേശം, അത്തുഫു ബയാനിൽ ആദ്യം പറഞ്ഞ മത്ബു ആയിരിക്കും ഉദ്ദേശം. അപ്പോൾ ഈ ഉദാഹരണം തന്നെ ജാഅനി സയ്യിദുൻ അഹൂക്ക എന്ന ഈ ഉദാഹരണം തന്നെ അത്തുഫു ബയാനുമാകും ബദലുമാകും. ബദലാകുമ്പോൾ അഹൂക്ക എന്ന് പറയുമ്പോഴാണ് കൂടുതൽ മീനിങ് ക്ലിയർ ആവുക. അത്തുഫു ബയാനാകുമ്പോൾ സയ്യിദുൻ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ മീനിങ് ക്ലിയർ ആവുക. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അതൊരു ബയാൻ ചെയ്തു എന്നുള്ളൂ. ഇതിനൊന്ന് ഒന്നാമത്തേനൊന്ന് വിശദീകരിച്ചു പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ ആണോ റാഫിക്ക? എവിടെ ഇതന്നെ ഈ ഉദാഹരണം തന്നെ അതുമാക്കാം. അനുദാനം പറയണ്ടായില് ഞാൻ ഇപ്പോൾ ഈ ഉദാഹരണം തന്നെ, ഈ ജാഅനി സയ്യിദുൻ അഹൂക്ക എന്ന ഉദാഹരണം തന്നെ അത്ഫു ബയാനുമാക്കാം. അവിടെ അപ്പൊ നമ്മൾ അർത്ഥം പറയുമ്പോൾ ഇങ്ങനെ പറയണം, ജാഅനി സയ്യിദുൻ, സയ്യിദ് വന്നു. ക്ലിയർ ആയി, ആശയം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ അഹൂക്ക എന്ന് പറയുന്നത് ആ സയ്യിദിനെ ഒന്ന് വിശദീകരിച്ചു എന്നേ ഉള്ളൂ. സയ്യിദ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തായിട്ടുണ്ട്? മീനിങ് മുഖാത്തബിന്, നമ്മൾ സംബോധന നടത്തുന്ന, അഭിസംബോധന ചെയ്യുന്ന വ്യക്തിക്ക് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ബദലാകുമ്പോൾ സയ്യിദുൻ എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടൂല. അഹൂക്ക എന്ന് പറയുമ്പോഴാണ് ഉദ്ദേശം വ്യക്തമാവുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എവിടെ ഇനി പറയണ റാഫിക? അല്ല, അഹൂക്കാന്ന് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും സംഗതി ആശയം അവിടെ കിട്ടും. ആശയം ജാഅനി സയ്യിദ് എന്ന് പറയുമ്പോഴും സയ്യിദ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ആശയം അവിടെ കിട്ടും. പിന്നെ അതിനെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി അഹൂക്ക എന്നുള്ള ഒരു ആശയം കൂടി, ആ ആശയം കൂടിയും കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ അഹൂക്ക എന്നുള്ളത്. ബദലാവുമ്പോൾ അങ്ങനെയല്ല. ബദലാവുമ്പോൾ രണ്ടാമത് പറഞ്ഞതാണ് ആശയം വ്യക്തമാകാൻ കേൾക്കുന്നവന്. നമ്മളിപ്പോൾ സംസാരം പറയുന്നത് എന്തിനാ? നമ്മൾ സംസാരിക്കുന്നത് എന്തിനാ? വാക്കുകൾ ഉപയോഗിക്കുന്നത് കേൾക്കുന്ന ആൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ്. നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറഞ്ഞ വാക്കിൽ നിന്നും മീനിങ്ങുകളും ആശയങ്ങളും കിട്ടണം. എന്നിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ജാഅനി സയ്യിദുൻ അഹൂക്ക എന്നുള്ള ഈ ഉദാഹരണം അവിടെ തന്നെ ബദലായിട്ട് വരുമ്പോൾ അഹൂക്ക എന്നതിനാണ് അവിടെ പ്രാധാന്യം ഉണ്ടാവുക. അത്ഫു ബയാനായിട്ട് വരുമ്പോൾ സയ്യിദ് എന്നതിനാണ് അവിടെ പ്രാധാന്യം ഉണ്ടാവുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
നോക്കുക, അതിന് പറഞ്ഞൊരു അത്ബു ബയാന് പറഞ്ഞൊരു ഉദാഹരണം നമുക്കൊരു ബൈത്താണ്. അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ മാ മസ്സഹാ നഖബിൻ വലാ ദബർ. അഖ്സമ സത്യം ചെയ്തു പറഞ്ഞു, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. ആര് സത്യം ചെയ്തു പറഞ്ഞു? അബൂ ഹഫ്സിൻ, അബൂ ഹഫ്സ് സത്യം ചെയ്തു പറഞ്ഞു. ഉമർ എന്നവർ സത്യം ചെയ്തു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു. അപ്പൊ അബൂ ഹഫ്സിൻ, അബൂ എന്നത് അക്സമ എന്നുള്ളതിന്റെ ഫായിലാണ്. ഹഫ്സിൻ എന്നത് മുദാഫിലേഹി, ഫായിലിന് കിറാബ് റഫ്, വാവ് കൊണ്ടാണ് റഫ്. ഉമറു എന്നത് അത്ഫു ബയാനാണ്. ഉമർ എന്നുള്ളത് അത്ഫു ബയാനാണ്. അബൂ ഹഫ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് ആശയം കിട്ടിയിട്ടുണ്ട്, ആരാണ് സത്യം ചെയ്തത് എന്നുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉമറു എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ഉമറു എന്നുള്ള രണ്ടാമത് പറഞ്ഞ അത്ഫു ബയാനാകുന്ന ഉമർ എന്ന പദത്തിന് റഫ് കിട്ടാൻ കാരണം അബൂ ഹഫ്സ് എന്ന ഒന്നാമത്തതിന് റഫ് കിട്ടി എന്നുള്ളതാണ്. ഇനി റഅയ്തു അബാ ഹഫ്സിൻ ഉമറ എന്നാ പറയേണ്ടത്. മറർതു ബി അബി ഹഫ്സിൻ ഉമറ എന്ന് തന്നെ പറയേണ്ടത്. അവിടെ ഉമറ എന്നാക്കുന്നത് വൈറു മുൻസരിഫ് ആയതുകൊണ്ടാട്ടോ. അതായത് അവിടെ വൈറു മുൻസരിഫ് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, അവിടെ ഫതഹത്ത് കൊണ്ടാണ് അവിടെ ജറ്. ഈ ഉമർ എന്നുള്ള പദം അവിടെ തൻവീൻ ഇല്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉമറുന്നില്ലല്ലോ. നേരത്തെ മറ്റോടത്തൊക്കെ തൻവീനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ജെയ്ദൻ ജെയ്ദുൻ. ഇവിടെ തൻവീനില്ല. ഇത് ശരിക്ക് അറബി പദം അല്ല. അറബിയിൽ അംർ എന്നാണ് പറയാം. ഉമർ എന്നുള്ളത് തെറ്റി പറയണം. ഇപ്പൊ നമ്മള് നബിമാരുടെ കൂട്ടത്തിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, 4 നബിമാരുടെ പേരെ അറബി ഭാഷയിലുള്ളൂ, ബാക്കിയുള്ള നബിമാരുടെ പേരൊക്കെ അനറബി ഭാഷയാണ്. അപ്പൊ അതിൽ തൻവീൻ ഉണ്ടാവില്ല. ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ്, യൂനുസ്, ദാവൂദ്, സുലൈമാൻ, ഇതൊന്നും അറബി പദമല്ല, അറബി വൽക്കരിച്ചതാണ്. അപ്പൊ അതിന് തൻവീൻ ഉണ്ടാവില്ല. അത് അറബി ഭാഷ അല്ലാത്തത് കൊണ്ട് അറബിയിലേക്ക് മാറ്റിയതാണ്. ഖതല ദാവൂദു ജാലൂത്ത ആണ്. ദാവൂദുൻ എന്ന് പറയാൻ പറ്റില്ല. ദാവൂദു ജാലൂത്ത്. അതേപോലെ ഉമർ എന്നുള്ളത് അറബി ഭാഷയിലുള്ളതല്ല, അനറബി ഭാഷയാണ്. അവിടെ തൻവീൻ ഇല്ലാത്തത്. അപ്പോ ശ്രദ്ധിക്കണേ, ആരുടെ മൈക്കാണ് ഓണായി കിടക്കുന്നത്? അക്സമ സത്യം ചെയ്തു പറഞ്ഞു, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു, അബൂ ഹഫ്സിൻ അബൂ ഹഫ്സ് സത്യം ചെയ്തു പറഞ്ഞു, ഉമറു എന്തെന്ന് ഉമർ സത്യം ചെയ്തു പറഞ്ഞു. എന്താ സത്യം ചെയ്തു പറഞ്ഞു എന്നറിയുങ്ങള്? മാ മസ്സഹ ആ ഒട്ടകത്തിന് ബാധിച്ചിട്ടില്ല, ആ ഒട്ടകത്തിന് സ്പർശിച്ചിട്ടില്ല, മിൻ നഖബിൻ ക്ഷീണം സ്പർശിച്ചിട്ടില്ല, വലാ ദബർ തളർച്ച, ക്ഷീണമോ തളർച്ചയോ ഒന്നും തന്നെ ആ ഒട്ടകത്തിന് സ്പർശിച്ചിട്ടില്ല. യുദ്ധത്തിനു വേണ്ടി വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒട്ടകത്തിന്, എൻ്റെ വണ്ടിക്ക് കേടാണ് എന്നൊരാൾ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ വണ്ടിക്ക് ഒരു കേടുമില്ല, ഒരു ക്ഷീണവുമില്ല, തളർച്ചയുമില്ല, ഒന്നുമില്ല, അപ്പോൾ നിങ്ങൾ വെറുതെ പറയണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ളൊരു ബൈത്ത്. അപ്പൊ മാ മസ്സഹ ആ ഒട്ടകത്തിനെ ബാധിച്ചിട്ടില്ല, മിൻ നഖബിൻ ക്ഷീണത്തിൽ നിന്നൊന്നും ബാധിച്ചിട്ടില്ല, വലാ ദബരിൻ തളർച്ചയിൽ നിന്നും ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ അബൂ ഹഫ്സ് എന്ന പദത്തിൽ നിന്നും അത്ഫു ബയാനായി ഉമറു എന്ന പദം വന്നു. അതിനിക്ക് റഫ്ഉം കിട്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഇവിടെ ഒന്ന് സിഫത്ത്, 2 തൗക്കീദ്, 3 ബദല്, 4 അത്ഫു ബയാൻ, 5. അഞ്ചാമത്തത് അൽ അത്ഫു ബിൽ ഹർഫി, അക്ഷരം കൊണ്ട് അത്ഫ് ചെയ്യുന്നത്. അക്ഷരം കൊണ്ട് അത്ഫ് ചെയ്യുക ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ജാഅനി,
ജാഅനി സൈദുൻ, സൈദ് എൻ്റെ അടുക്കൽ വന്നു. വ അംറുൻ, അംറും വന്നു. സൈദും അംറും എൻ്റെ അടുക്കൽ വന്നു. അപ്പൊ അവിടെ നോക്ക് നിങ്ങൾ, സൈദ് എന്നുള്ളതിനും അംറ് എന്നുള്ളതിനും റഫ. അവിടെ വാവ് എന്ന അത്തുഫിന്റെ ലെറ്റർ കൊണ്ട് ചെയ്ത് പറഞ്ഞു. വറഅയ്തു, ഞാൻ കണ്ടു. അംറൻ, അംറിനെ കണ്ടു. വ ബക്രൻ, ബക്രിനെയും കണ്ടു. അംറൻ വ ബക്രൻ അക്ഷരമാണ്, അത്തുഫിന്റെ അക്ഷരം കൊണ്ട് എന്ത് ചെയ്തു, ഒരേ ഇറാബ് കിട്ടി. വമറർത്തു, ഞാൻ നടന്നുപോയി. ബിബക്രിൻ, ബക്രിന്റെ അരികിലൂടെയും. വഖാലിദിൻ, ഖാലിദിന്റെ അരികിലൂടെയും ഞാൻ നടന്നു പോയി. അപ്പൊ അവിടെ ബക്രിൻ വഖാലിദിൻ. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഒന്നാമത്തത് സെയ്ദ് എന്നുള്ളതാണ്, രണ്ടാമത്തെ ഇസ്മ അംർ എന്നാണ്. ഇവിടെ ഒന്നാമത്തത് അംർ എന്നാണ്, രണ്ടാമത്തത് ബക്ർ എന്നാണ്. ഇവിടെ ഒന്നാമത്തത് ബക്ർ എന്നാണ്, രണ്ടാമത്തത് ഖാലിദ് എന്നാണ്. ഒന്നാമത്തതിന്റെ ഇറാബ് തന്നെ രണ്ടാമത്തെ ഇസ്മിനും വന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇങ്ങനെ 5 താബിഅകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി ഒന്ന് വായിക്കാം. അത്തവാബിഉ, ഇഅ്ലം, നീ അറിയണം. അന്നത്തവാബിഅ, തീർച്ചയായും താബിഅകൾ. വഹിയ ഖംസത്തുൻ, അത് 5 എണ്ണമാണ്. അത് 5 എണ്ണമാണ്. ഏതൊക്കെയാണ് അത്? ഒന്ന് സിഫത്താണ്, 2 തഅ്കീദാണ്, 3 ബദലാണ്, 4 അത്ഫുൽ ബയാനാണ്, 5 അൽ അത്ഫു ബിൽ ഹർഫ്, ഹർഫ് കൊണ്ട് അത്ഫ് ചെയ്യുക. ഇങ്ങനെ 5 എണ്ണം. ഇങ്ങനെയുള്ള തവാബിഅകൾ, ഈ പറയപ്പെട്ട 5 എണ്ണമുള്ള തവാബിഅകൾ തത്ബഉ, പിന്തുടരും, പിൻപറ്റും. അൽ മത്ബൂഅ, മത്ബൂഇനോട് പിൻപറ്റും. മത്ബൂ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പുള്ളതിനോട്, മത്ബൂഇനോട് പിൻപറ്റും. എവിടെ പിൻപറ്റുക? ഫി ഇഅ്റാബിഹി, ആ മത്ബൂഇന്റെ ഇഅ്റാബിൽ. മിനർ റഫ്ഇ വൻ നസ്ബി വൽ ജർരി, റഫ് ആണെങ്കിൽ റഫ്, നസ്ബ് ആണെങ്കിൽ നസ്ബ്, ജർ ആണെങ്കിൽ ജർ. അപ്പൊ മത്ബൂഇന്റെ ഇഅ്റാബിൽ താബിഅ് മത്ബൂഇനോട് പിൻപറ്റും. അങ്ങനെയുള്ള 5 എണ്ണം. അതാണ് ഒന്ന് സിഫത്ത്, തഅ്കീദ്, ബദല്, അത്ഫു ബയാന്, അത്ഫും ബിൽ ഹർഫ്. ഒന്നാമത്തെ സിഫത്ത് നഹവു ജാഅനി റജുലുൻ കരീമുൻ വറഅയ്തു റജുലൻ കരീമൻ വമറർതു ബി റജുലിൻ കരീമിൻ. തഅ്കീദ് നഹവു ജാഅനി സൈദുൻ നഫ്സുഹു വറഅയ്തു സൈദൻ നഫ്സഹു വമറർതു ബി സൈദിൻ നഫ്സിഹി. താബിഅ ഏതാണ്? കരീം എന്നുള്ളത്. മത്ബൂ ഏതാണ്? റജുൽ എന്നുള്ളത്. നഫ്സുഹു എന്നുള്ളത് താബിഅ, സൈദ് എന്നുള്ളത് മത്ബൂ. അപ്പോൾ മത്ബൂഇന്റെ ഇറാബിൽ റഫ് ആയപ്പോൾ റഫിൽ പിൻപറ്റി, നസ്ബായപ്പോൾ നസ്ബിൽ പിൻപറ്റി, ജറായപ്പോൾ ജറിൽ പിൻപറ്റി. ബദല് നഹവു ജാഅനി സൈദുൻ അഖൂക വറഅയ്തു സൈദൻ അഖാക വമറർതു ബിസൈദിൻ അഖീക. വഅത്ഫുൽ ബയാനി നഹവു അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമറു മമസ്സഹാ മിൻ നഖബിൻ വലാ ദബർ. والعطف بالحرف نحو جاءني زيد وعمر ورأيت عمرا وبكرا ومررت ببكر وخالد. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ എല്ലാവരും ഇല്ലേ? ഒന്നുകൂടി പറയാം. അത്ഫു ബയാൻ ബദല് രണ്ടും ഒന്ന് തന്നെയാണ്. അത്ഫു ബയാനാകുമ്പോൾ
മത്ബൂ ആണ് മുറാദ്, മത്ബൂ ആണ് ഉദ്ദേശം. ബദലാകുമ്പോൾ താബി ആണ് ഉദ്ദേശം. അത്ഫു ബയാനാകുമ്പോൾ മത്ബൂ ആണ് ഉദ്ദേശം, ബദലാകുമ്പോൾ താബി ആണ് ഉദ്ദേശം. മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ അത്ഫു ബയാനാകുമ്പോൾ ഒന്നാമത്തെ ഇസ്മാണ് ഉദ്ദേശം, ബദലാകുമ്പോൾ രണ്ടാമത്തെ ഇസ്മാണ് ഉദ്ദേശം. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ സംസാരിക്കുന്ന വ്യക്തിക്ക്, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് അത്ഫു ബയാനാകുമ്പോൾ ഒന്നാമത് പറഞ്ഞ ഇസ്മു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആശയം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം കിട്ടും. ബദലാകുമ്പോൾ ഒന്നാമത് പറഞ്ഞത് കൊണ്ട് മാത്രം കിട്ടിക്കൊള്ളണമെന്നില്ല, രണ്ടാമത്തത് പറയേണ്ടി വരും. ഓക്കെ ആണോ സിസ്ക? ഇറാബൊക്കെ തന്നെ, ഇറാബ് ഒന്നാമത്തേന്റെ ഇറാബിന്റെ രണ്ടാമത്തേനും വരും. ഇവിടെ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ അബു ഹഫ്സ് എന്നുള്ളത് ഹഫ്സ് അല്ല കേട്ടോ, അബു എന്നുള്ളതാണേ. ഇവിടെ അബു ഹഫ്സ് എന്നുള്ളതിൽ ഹഫ്സ് അല്ല നമ്മൾ പറയുന്നത്, ഹഫ്സിന്റെ ഉപ്പാന്നാണ്. അപ്പൊ അബു എന്നുള്ള വാവോണ്ട റഫ്, കൺഫ്യൂസ്ഡ് ആവരുതേ. വാവോണ്ട റഫ്, ഇവിടെ ഉമറു ലമ്മത്തോണ്ട റഫ്. ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. സെയ്ദ് എന്നുള്ളതിലും അഹു എന്നുള്ളതിലും വാവോണ്ട റഫ്, സെയ്ദ് എന്നുള്ളതിലും ലമ്മത്തോണ്ട റഫ്. യെസ്. ആമിലുകൾ എന്ത് ചെയ്തു? നമ്മൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞു. ഈ കിതാബ് അവസാനിക്കുകയാണ്. കിതാബ് അവസാനിക്കുമ്പോൾ ചീരിനൊക്കെ കൊടുക്കും അല്ലേ റാഫിക്ക? ചീരി കൊടുക്കണം പറഞ്ഞില്ല, തുടങ്ങുമ്പോഴാണല്ലോ. ഇപ്പൊ നോക്കിയേ, അവാമിലിന്റെ പട്ടിക ഇതാണ്. ഇത് ഇപ്പൊ നമ്മൾ ഓതിയ എത്ര ക്ലാസ്സായി അവാമില് ഓർക്കുന്നുണ്ടോ? എത്ര ക്ലാസ്സായി നമ്മൾ അവാമില്? 11 ക്ലാസ്സായി അവാമില്. 12 ക്ലാസ്സിൽ നമ്മൾ അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്ത്, അപ്പം അതും ഉണ്ടാവേ. 12 ക്ലാസ്സിൽ അവസാനിക്കും. ഈ 12 ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അവാമിലുകൾ 3 ഐറ്റം. നോട്ട് ചെയ്യണേ, ആമിലുകൾ 3 ഐറ്റം. അസീസ്ക, നമ്മുടെ UAE അസീസ്ക ശ്രദ്ധിക്കണേ, ചുരുക്ക പറയണം. ആമിലുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ നെഹ്വ് അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്വിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇറാബിനെ കുറിച്ചും ബിനായിനെ കുറിച്ചുമാണ്. ഇറാബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മുസ്ലിമൂന, മുസ്ലിമീന, മുസ്ലിമാനി, മുസ്ലിമൈനി, ജയ്ദുൻ, ജയ്ദൻ, ജയ്ദിൻ, ഇങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നതിനാണ് ഇറാബ് എന്ന് പറയാം. ഇപ്പൊ ജാഅനി സൈദുന്നായി, റഅയ്തു സൈദന്നായി, മറത്തു ബി സൈദിന്നായി, ഇങ്ങനെ വ്യത്യാസം വരുന്നതിനാണ് ഇറാബ് എന്ന് പറയാം. ഇങ്ങനെ വ്യത്യാസം വരുത്തുന്ന ചില പണിയെടുക്കുന്ന വസ്തുക്കൾക്കാണ് ആമിൽ എന്ന് പറയാം. സൈദുൻ ആവുമ്പോൾ എന്തുകൊണ്ടാ, ഏതാമിലാണ് അതിന് സൈദുന്നാക്കിയത്, ഏതാമിലാണ് അതിനെ സൈദന്നാക്കിയത്, ഏതാമിലാണ് അതിന് സൈദിന്നാക്കിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ആമിലുകൾ എന്ന് പറയാം. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയുള്ള ആമിലുകൾ ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ, ഏറ്റവും ചുരുക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 3 ഐറ്റം ആമിലുകളേ ഉള്ളൂ. 100 എന്ന് ഇപ്പൊ പഠിക്കണ്ട, 3 ഐറ്റം. ഏതൊക്കെയാണ് 3 ഐറ്റം? ഒന്ന് ഹർഫുകൾ. ഒരൈറ്റം ഹർഫുകൾ ആമിലായിട്ട് വരും. മറ്റൊരൈറ്റം എന്താ? അൽ അസ്മാഉ, ഇസ്മുകൾ. മറ്റൊരൈറ്റം എന്താ? ഇപ്പുറത്ത് പോയാൽ അൽ അഫ്ആലു, ഫീലുകൾ. ഈ 3 ഐറ്റം ആമിലുകളെ ഉള്ളൂ. ഒന്ന് ഹർഫുകൾ, ഇസ്മുകൾ, ഫീലുകൾ. ഹർഫുകൾ,
പിന്നെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴാണ് ഹർഫുകളായ ആമിലുകൾ എത്ര ഉണ്ട്. അതാ ജറ് ചെയ്യുന്ന ആമിലുകൾ ഹർഫുകളുണ്ട്. ജറ് ചെയ്യുന്ന ഹർഫുകൾ അത് 19 എണ്ണം. ജറ് ചെയ്യുന്ന ഹർഫുകൾ 19 എണ്ണം. ഇസ്മിനിക്ക് ജറ് ചെയ്യും. ഇപ്പൊ ബിസ്മി, ബിസ്മി കണ്ടോ, ഇസ്മി എന്നുള്ളതിന് ജറല്ല, ഇസ്മി എന്നല്ല വായിച്ച നമ്മൾ. മറർത്തു ബി സൈദിൻ, അങ്ങനെയുള്ളത് 19 ആണ്. ആ 19 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ 19 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പണി എന്താണ്? ഇസ്മിനിക്ക് ജറ് ചെയ്യുക. ഇസ്മിനിക്ക് ജറ് ചെയ്യുക എന്നാണ് ഈ ആമിലിന്റെ പണി. ഇതിന് ശേഷം ഏതൊരു ഇസ്മു വന്നാലും ജറ് ചെയ്തിരിക്കും. അവിടെ ജറ് കൊടുത്തിരിക്കും, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഈ ആമിലുകൾ വന്നാൽ, ഇസ്മിനിക്ക് ജറ് ചെയ്യുന്ന ഈ 19 ആമിലുകൾ വന്നാൽ ആ ഇസ്മിനിക്ക് ജറ് കിട്ടിയിരിക്കും തീർച്ച. രണ്ടാമത്തത് ഇന്ന വാഹവാത്ത് ആണോ. ഇവിടെ ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഇന്നല്ലാഹ ഗഫൂറുൻ, അന്നല്ലാഹ ഗഫൂറുൻ ഉണ്ടോ. അവിടെയൊക്കെ അവിടെ എന്താണ്? അവിടെ ഈ പറയപ്പെട്ട 6 എണ്ണം അതിന്റെ പണി എന്താണെന്ന് അറിയോ നിങ്ങൾ? ഇസ്മിനിക്ക് നെസ്ബ് ചെയ്യും, ഖബറിനിക്ക് റഫ് ചെയ്യും. അതായത് ഇസ്മി അല്ലാഹു, അല്ലാഹു ഗഫൂറുൻ, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗഫൂർ, അല്ലാഹു കൂടുതൽ പുറത്തു തരുന്നവനാണെന്നാണ് അതിന്റെ അർത്ഥം. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലാഹു പുറത്തു തരുന്നവനാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് തൗക്കീദാക്കി സ്ട്രോങ് ആക്കി കൊടുക്കേണ്ടി വരും. ഇന്നല്ലാഹ ഗഫൂറുൻ കണ്ടോ. അപ്പൊ അല്ലാഹു ഗഫൂർ എന്നുള്ളതിനെ ഇന്ന വന്നപ്പോ അല്ലാഹ എന്നാക്കി, ഗഫൂറിന് മറ്റേതാക്കി. അതുപോലെ അങ്ങനെ ഓരോന്നതാ. ഇതൊക്കെ ഹർഫുകൾ, ഈ പറയപ്പെട്ടതൊക്കെ ഹർഫുകളാണ്. അപ്പൊ എത്ര ഉണ്ട് ഹർഫുകൾ? എല്ലാം പാടെ വിശദീകരിക്കണില്ല, രണ്ടെണ്ണം പറഞ്ഞു എന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുക. അപ്പോൾ 19ഉം 6ഉം 25, പിന്നെ 2 എണ്ണം മായും ലായും ഉണ്ടോ 27, പിന്നെ അൽ വാവു ഇല്ല, യ, അയ, ഹയ, ഐ, അലിഫ് മഫ്തുഹ, ഇവകളും ഇസ്മിനിക്ക് നെസ്ബ് ചെയ്യുന്നതാണ്. അത് 7. അപ്പോൾ 19, 20, 20, 34. അൻ, ലൻ, കൈദൻ മുലാരിയായ ഫീനിക്ക് നെസ്ബ് ചെയ്യുന്നത്, മുലാരിയായ ഫീനിക്ക് നെസ്ബ് ചെയ്യുന്നത്. അപ്പോൾ 14, 38. ഈ മുലാരിയായ ഫീനിക്ക് ജസ്മ് ചെയ്യുന്നത് ലം യലിദ് അല്ലേ, നമ്മൾ ഓതുമ്പോഴാണല്ലോ ഇതാ. ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് കണ്ടോ. ലം യകുൻ അവിടേക്ക് 5 എണ്ണം. അപ്പോൾ ഹർഫുകൾ എത്ര ഉണ്ട്? 25, 27, 34, 38, 43 ഹർഫുകളുണ്ട്. എത്ര? 43 ഹർഫുകൾ കേട്ടോ. 43 ഹർഫുകൾ. ഇനി ബാക്കിയുള്ളതാണ് ഇസ്മുകളും ഹർഫുകളൊക്കെ, ഫീലുകളായിട്ട് വരിക. ഇസ്മുകൾ, ഇസ്മ നോക്കി, മുലാരിയായ ഫീനിക്ക് ജസ്മ് ചെയ്യുന്ന ഇസ്മുകൾ, ഇത് ഹർഫുകളാണ്. മുലാരിയായ ഫീനിക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ, ഇത് ഇസ്മുകളാണ്. മൻ, മാ, മത, മഹുമ, അയ്യുൻ, ഐന, അന്ന, ഹൈതുമ, ഇതുമ. മുലാരിയായ ഫീനിക്ക് ജസ്മ്. ഇത് 9. ഇത് 9. അപ്പോ ഇവിടെ ഈ 9 ആണ്. അപ്പൊ 43ഉം 9ഉം 52 ആയി. ഇനി ഈ നെക്കിറക്ക് നെസ്ബ് ചെയ്യുന്ന ഇസ്മുകൾ, ഇതേപോലെ എണ്ണം കൊടുക്കാത്ത എന്താ നിങ്ങൾ? ഇവിടെ 11 മുതൽ 99 വരെ ഉണ്ട്. അപ്പൊ എണ്ണാണെങ്കിൽ അപ്പൊ തന്നെ 11 മുതൽ 99 ഉൾപ്പെടെ ആകുമ്പോ എത്രയായി? 11 മുതൽ 99 വരെ എത്ര എണ്ണം ഉണ്ട്? 89 വരില്ലേ അല്ലേ? 11 മുതൽ 99 ഉൾപ്പെടെ 89 എണ്ണം ഇവിടെ തന്നെ എഴുതേണ്ടി വരും. 89. പിന്നെ കം അയ്യൻ കഥ. അപ്പൊ 89ഉം 92, 92ഉം 43ഉം കഴിഞ്ഞു. അപ്പൊ ഇവിടെ 100ന്റെ അപ്പുറം കിടക്കും. അപ്പൊ ഇത് ഒന്നായിട്ടാണ് എണ്ണ. 11 മുതൽ 99 വരെ. അപ്പൊ 9ഉം ഇത് 4 ട്ടാ. ഇതൊക്കെ ഒന്നായിട്ടെണ്ണും. പിന്നെ കം അയ്യൻ കഥ. അപ്പൊ 4.
അപ്പോൾ 43 9 9 4 അങ്ങനെ എണ്ണ 13. ഇത് 4 ആയിട്ട് എണ്ണ 4. പിന്നെ നോക്ക് ഇസ്മു ഫീല് അത് 3 റഫ് ചെയ്യുന്ന ഹൈ ആത്ത ഷത്താന സറാന 3. നസ്ബ് ചെയ്യുന്ന റുവൈദ ബൽഹ ദൂനക്ക അലൈക്ക ഹയ്യഹൽ ഹ അത് 6. അപ്പോൾ 9 4 13 3 16 6 22. ഇസ്മു ഫായിൽ ഒന്നായിട്ടാണ് എണ്ണ അപ്പോൾ 23. ഇസ്മു ഫൂൽ ഒന്നായിട്ടാണ് സിഫത്ത് മുഷബ 1 20 എത്ര ഇപ്പോൾ ഇതൊക്കെ 1 1 1 1 മസ്തർ അത് ഒന്നായിട്ടെണ്ണം. ഇതൊക്കെ കുറേ ഉണ്ടാവും കേട്ടോ. മസ്തറൊക്കെ കുറേ ഉണ്ട്. ഇസ്മുഫായിലും ഇസ്മഫൂലും ഫീലൊക്കെ കുറേ വരും. പക്ഷെ അതൊക്കെ ഒറ്റ ഒന്നായിട്ടുണ്ട്. മുലാഫ് 1, ഇസ്മുത്താമ് അതും 1 ഒന്നായിട്ടാണ്. ഇബ്തിദാ 1, മുലാരിയ ഫീലിക്ക് റഫു ചെയ്യുന്നത് 1, താബികൾ ഇപ്പൊ ലാസ്റ്റ് പഠിച്ച താബികൾ 5. ഇനി ഒന്ന് എണ്ണി വെക്കാം. 9 4 13 16 22 23 24 25 26 27 28 29 30 35 35. അപ്പോൾ എത്രണ്ണായി? 35 9 4 13 16 22 23 24 25 26 27 28 29 30 35. അപ്പം മൊത്തം 43 35 78 അല്ലേ? 78. ഇനി നോക്കുക ഫീലുകൾ. നാക്കിസായ ഫീലുകൾ 13, കാന സാറ അസ്ബഹാം സാൽഹ വല്ല. പിന്നെ മുഖാറബൻ്റെ ഫീലുകൾ 4, മദ്ഹിൻ്റെ ഫീലുകൾ 4, ഷക്കിയക്കീൻ്റെ ഫീലുകൾ 7, ലാസിമായ ഫീൽ 1, മുത്താദിയായ ഫീൽ 1, മജ്ഹൂലായ ഫീൽ 1. കൂട്ടിയൊക്കെ 13 4 17 17 4 21 28 29 30 31. എത്ര? 13 4 17 ആ 13 4 17 21 28 31. അപ്പം എത്ര ഇപ്പോൾ? 78 30 108 അല്ലേ? 109 എണ്ണായി. 109. മൊത്തം 100 നമ്മൾ പറയും. 109 എണ്ണുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ ഈ ഫീല് എന്നുള്ളത് മൊത്തം ഒന്നായിട്ടാണ് കൂട്ടുക കേട്ടോ. ഈ ലാസിമും മുത്താദി മജ്ഹൂലൊക്കെ ഒന്നായിട്ടാണ് കൂട്ടുക. അപ്പം പിന്നെ അത് 2 കുറയും. അപ്പം എത്രയായി? 107 107. പിന്നെ നിയമ ബിഅസ സാഅ ഹബ്ബദ അസ കാദ കർബ ഔഷക. അത്ര ചുരുക്കാനുള്ളൂ. ഇത് 2 ഒന്നായിട്ട്, ഈ 3 പാടെ ഒറ്റ ഒന്നാവും. അപ്പോൾ 109 2 കുറയും. 107. 100 നമ്മളൊരു എണ്ണായിട്ട് കെട്ടായിട്ട് പറയാണ്. 100 ചില്ലറയാണ് ശരിക്കും മൊത്തത്തിൽ ആമിൽ. ഇത്തരം ഈ 100 ആമിലുകളാണ് നമ്മൾ പറയുമ്പോൾ 100. പക്ഷെ ഇങ്ങനെ എണ്ണുന്ന സമയത്ത് എത്ര വരും? 109 എണ്ണം വരും. ഈ 109 നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പോകണം. അപ്പോൾ ഇസ്മുകളായ ആമിലുകളുണ്ട്, ഫീലുകളായ ആമിലുകളുണ്ട്, ഹർഫുകളായ ആമിലുകളുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇൻഷാ അല്ലാഹ് നമ്മൾ ഹദീസാണ് ഓതുക. ഹദീസ് ഓതുന്ന സമയത്ത് ഇതേപോലെ ആമിലുകളും അമലുകളും ഇറാബുകളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് ചർച്ച ചെയ്തിട്ട് പോകണം. നിങ്ങൾ റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. ഈ പട്ടിക ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കണേ. ഇതിലെല്ലാ ആമിലുകളും ഒരേപോലെ വന്നോളണമെന്നില്ല. ഇപ്പോൾ 109 എണ്ണം നമ്മളിപ്പോൾ എണ്ണിയെങ്കിലും ഇതിലൊക്കെ ആകെ ഒറ്റ തവണയായിട്ട് വരുന്നതൊക്കെ ഉണ്ട്. ജെറി എന്ന അക്ഷരങ്ങൾ 17 അഭിപ്രായപ്പെട്ടവരൊക്കെ ഉണ്ട്, 18 അഭിപ്രായപ്പെട്ടവരൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഹത്തനെ മൊത്തത്തിൽ ഒന്നായിട്ട് കൂട്ടുന്നവരുണ്ട്.
ഹത്ത പല ഇതിലും പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഹത്തനെ ഒന്നായിട്ട് അങ്ങനെയൊക്കെയാണ് നൂറായി മാറുന്നത്. ഇപ്പൊ ഹത്താന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ആ ജെറിന്റെ അവിടെ ഒരു ഹത്തുണ്ട് ഇതവിടെ. പിന്നെ വേറെയും ഹത്തക്ക് അമലുണ്ട്. ഇവിടെ പറയണ്ട ഹത്ത വേറെയും ഹത്ത വരുന്നുണ്ട്. അത്തുഫിന്റെ അക്ഷരമായി ഹത്ത വരുന്നുണ്ട്. അത്തുഫിന് 10 അക്ഷരമുണ്ട്. വാവ്, ഫ, ഹുറൂഫ് അത്തുഫിൻ, ഔ വബൽ ഹത്ത വഫ വാവും വലാക്കിൻ സുമ്മ അം ഇമ്മ വല എന്നിട്ട് 10 ഉണ്ട്. അതൊക്കെ ആമിലായിട്ട് തന്നെ വരും. പക്ഷെ അത് നമ്മൾ എല്ലാം പാടെ കൂട്ടുന്നില്ല. ഇത് ഈ താബിയിൽ അത്തുഫുംബിൽ ഹർഫ് പറഞ്ഞില്ലേ, അത് ഒന്നായിട്ടാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. അത് 10 ഹർഫുണ്ട് അതിൻ്റെ. 10 ഹർഫ്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് വാവിനെ കുറിച്ചും മാത്രമാണ്. വാവല്ലാത്ത വാവുണ്ട്, ഫ ഉണ്ട്, സുമ്മുണ്ട്, അം ഉണ്ട്, ഔ ഉണ്ട്, ഇമ്മ ഉണ്ട്, ലാക്കിനുണ്ട്, ലാ ഉണ്ട്. ലാ നമ്മളിപ്പോൾ അത്തുഫിൻ്റെ അക്ഷരമായിട്ടുണ്ട്. ഇവിടെ മാവല എന്നുള്ളതിൽ വേറെ എണ്ണുണ്ട്. ചുരുക്കത്തിൽ അറബി പദങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഏറാബുകൾ ക്ലിയറായി തെറ്റുകൂടാതെ വായിക്കാൻ നമ്മെ സഹായിക്കുന്ന, അതിൻ്റെ അമലുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന 100ൽ പരം ആമിലുകളെ കുറിച്ചാണ് നമ്മൾ ഈ കിതാബിലൂടെ 12 ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി സൽമാൻ ഉസ്താദ് ഓതുന്ന ഏരിയയിലും നമ്മൾ ഓതുന്ന ഏരിയയിലും ഒക്കെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ ഇറാബും മറ്റ് ജറും നസ്ബും റഫ് ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടാവണം. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇപ്പോൾ അവിടെ റഫ് കിട്ടിയത്, എന്തുകൊണ്ടാണ് അവിടെ നസ്ബ് കൊടുത്തുകൂടായിരുന്നോ, ജെറു കൊടുത്തുകൂടായിരുന്നോ, എന്താ ഇതിന് കാരണം, ഇങ്ങനെ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ ഇനി മുതൽ നമ്മൾ സാധാരണ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടു പോവുക എന്ന രൂപത്തിലാവരുത്. നമ്മൾ എന്ത് ചെയ്യണം, ആക്റ്റീവായിട്ട് അതിൽ പങ്കെടുത്ത് സംശയങ്ങളൊക്കെ ചോദിച്ച് ഖുർആൻ ഓതുന്ന സമയത്തും മറ്റുമൊക്കെ ഖുർആനിലെ ചില പദങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംശയങ്ങളൊക്കെ നമ്മൾ അവിടെ എന്തുകൊണ്ട് എങ്ങനെ വായിച്ച്, മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ വായിച്ചല്ലോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നലുകൾ വരണം, ചോദ്യങ്ങൾ വരണം. നമുക്ക് സംശയങ്ങളും ചോദ്യങ്ങളും കൂടുതലുണ്ടാകുന്ന സമയത്താണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസും ഒക്കെ നമ്മൾ പഠിക്കുന്നതും നമുക്ക് മനസ്സിലാകുന്നതുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയവുമൊക്കെ അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് നാഫിയായ ഇൽമ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കൂടുതൽ പഠിക്കുകയും എന്തെങ്കിലും കുറഞ്ഞ രൂപത്തിൽ ഖുർആനും നമ്മൾ ദിവസവും ചൊല്ലുന്ന ദിക്റുകളും ഒക്കെ അർത്ഥം അറിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മളത് ചൊല്ലാനും ആരാധന ചെയ്യാനും നിർവഹിക്കാനും ഇബാദത്തെടുക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ബാക്കി പറയാം. നാളെ ബാക്കി പറയാം. നാളെ നമ്മൾ റിയാദുസ് സാലിഹീൻ ആയിരിക്കും. അപ്പോൾ റിയാദുസ് സാലിഹീന് കുറച്ച് നമ്മൾ ഓതും. പിന്നെ ഇതിൻ്റെ തുടർച്ച, നഹ്വിൻ്റെ തുടർച്ച വേറെ ഉണ്ട്, അതും നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. റിയാദുസ് സാലിഹീനിൽ കുറച്ച് നമ്മൾ നേരത്തെ ഓതി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നിങ്ങൾ മറ്റെല്ലാവരും ഓതിയിട്ടുണ്ടോ റിയാദുസ് സാലിഹീന്? തുടങ്ങിയിട്ടില്ല? ആരാ പറഞ്ഞത്? അസീസ് കെ? ആ ആ പിന്നെ ആർക്കൊക്കെ തുടങ്ങാത്ത? അഫ്സലിന് തുടങ്ങിയിട്ടുണ്ടാവും. ആ ആയിക്കോട്ടെ. നമുക്കൊന്ന് ആദ്യമൊന്ന് ഓതാം. ആദ്യമൊന്ന് മീൻസ് ഇത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഓതാം ഇൻഷാ അല്ലാഹ്. മുഅവ്വിദ് ഓതിയിട്ടുണ്ടോ? മുഅവ്വിദ്
ആ ഓക്കെ ഓക്കെ. നമ്മുടെ യു എ അസീസ് കെ ആ എന്നാ ഇൻഷാ അല്ലാ നമുക്ക് തലക്കുന്നോടാം. എന്നാ എന്ന് അവസാനിപ്പിക്കാം അല്ലേ? ഇത് ആ ആ ആ ഇൻഷാ അല്ലാ ഓതാ ഓതാ പ്രശ്നമില്ല, ഓതാം. അല്ലോ എന്നാ അവസാനിപ്പിക്കാം അല്ലേ? സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.